Hey guys, welcome back to NKL EDITS. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ഒരു കിഡ്ലൻ ഷെയ്ക്ക് എഫക്റ്റ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് Capcut ആണ്. Capcut ഓപ്പൺ ചെയ്ത് ന്യൂ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഒരു പ്രൊജക്റ്റ് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഫസ്റ്റ് എഫക്റ്റ് പോവുക, വീഡിയോ എഫക്ട്സിലേക്ക് വരിക. വീഡിയോ എഫക്ട്സിൽ വന്ന ശേഷം നമുക്കിവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പോകേണ്ടത് വെച്ചാൽ നമ്മളിവിടെ നൈറ്റ് ക്ലബിലേക്ക് വരിക. ഇതാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ. അപ്പോൾ ഈ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ VPN കണക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് വൈബ്രേഷൻ ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഫുള്ളായി കിട്ടിയിട്ടുണ്ടാവും. ഇത് നമ്മൾ ഇതേപോലെ ചെറുതാക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് നോർമലായിട്ട് ഡിഫോൾട്ടായിട്ട് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ രണ്ട് വീഡിയോ വരെ സെൻറ്ററിലായിട്ട് ഇതാ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇതേപോലെ കറക്റ്റായി കൊടുക്കുകയാണ് വേണ്ടത്. അതായത് സെൻറ്ററിലായിട്ട് ഇതേപോലെ ഈ ഒരു പോർഷനിൽ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് രണ്ട് ക്ലിപ്പിൻ്റെ, ഒരു ക്ലിപ്പിൻ്റെ എൻഡിൽ അടുത്ത ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് അടുത്തൊരു ക്ലിപ്പിലും ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്യുക. ഈ ഒരു സെറ്റ് ചെയ്യുന്നത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. അതായത് രണ്ടിൻ്റെ ഏകദേശം സെൻറ്റർ പോർഷനിലായിട്ട് ഇതേപോലെ കറക്റ്റ് അപ്പറും ഇപ്പറും, അതായത് ഈ ലൈൻ്റെ ഇപ്പറും ഇപ്പറും ഒരേപോലെ കറക്റ്റായി വരുന്ന രീതിക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു എഫക്റ്റ്. വൈബ്രേഷൻ ഫ്ലാഷാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതാ ഈ ഒരു ഫ്ലാഷ് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് ഒരു ആനിമേഷൻ കൊടുക്കണം. ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പിന് ആനിമേഷൻ കൊടുത്തിട്ടും വലിയൊരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ആ ഒരു എഫക്റ്റ്, ഈ ഒരു എഫക്റ്റ് വരാത്തതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലിപ്പ് മുതലാണ് കൊടുക്കാൻ തുടങ്ങുന്നത്. രണ്ടാമത്തെ ക്ലിപ്പ് എടുക്കുക, ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഫസ്റ്റത്തെ ക്ലിപ്പ് കൊടുക്കേണ്ട പറഞ്ഞാൽ ഫസ്റ്റത്തെ ക്ലിപ്പ് നിങ്ങളൊരു ഡയലോഗ് പാർട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ ആനിമേഷനിൽ ഇന്നുള്ള ആ ഒരു പോർഷൻ എടുത്ത് നമ്മൾ കുറേ അധികം സ്ക്രോൾ ചെയ്യുക. ഏറ്റവും എൻഡിലായിട്ട് വരുമ്പോൾ നമുക്കിവിടെ സ്വിങ് ബോട്ടം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. ഇതാ സ്വിങ് ബോട്ടം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ടൈം വന്ന് ഒരു 0.3 അല്ലെങ്കിൽ 0.2 സെറ്റ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെയിം എഫക്റ്റ്, ഈ ഒരു സെയിം ആനിമേഷൻ തന്നെയാണ് നമ്മൾ എല്ലാ ക്ലിപ്പിലും കൊടുക്കേണ്ടത്. നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് സ്ക്രോൾ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, സ്വിങ് ബോട്ടം എന്നുള്ള ആ ഒരു സെയിം എഫക്റ്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ കുറേ അധികം സ്വിങ് ബോട്ടംസ് കാണും. അത് പറഞ്ഞാൽ ഒന്ന് സ്വിങ് ബോട്ടം ലെഫ്റ്റ്, സ്വിങ് ബോട്ടം റൈറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. സ്വിങ് ബോട്ടം, ജസ്റ്റ് സ്വിങ് ബോട്ടമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരരുത്, അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. ദെൻ നമ്മൾ അടുത്ത ക്ലിപ്പിലേക്ക് പോവുക, അവിടെ നമ്മൾ സ്വിങ് ബോട്ടം. ഓക്കെ, അപ്പോൾ ഇതിൽ കുറേ അധികം സ്വിങ് ബോട്ടം കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോടത് പറഞ്ഞത്. ഓക്കെ, ഇതും നമുക്ക് 0.3 സെക്കൻഡ്സ്. അപ്പോൾ ഈ ഒരു 0.3 സെക്കൻഡ്സ് എന്നുള്ളത് നമ്മൾ കറക്റ്റായി സെറ്റ് ചെയ്യുക. അതായത് നമ്മുടെ ഈ ഒരു ആനിമേഷൻ ഇല്ലേ, ഈ ഒരു ആനിമേഷൻ എൻഡ് ചെയ്യുന്നത് വരെ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റിൻ്റെ കാര്യമുള്ളൂ. അതായത് ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കൂട്ടിയാൽ ഇത്രയും കൂടും, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒരു 0.3 സെക്കൻഡ്സ് ആണ് ഞാൻ ഇപ്പോൾ എടുത്തതിൽ വെച്ച് കറക്റ്റായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത ആ ഒരു കറക്റ്റ് ലെയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു രീതിക്ക് കറക്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ ആ ഒരു പോർഷൻ, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ എഫക്റ്റ്. ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമുക്കിപ്പോൾ കാണുമ്പോൾ വലിയൊരു ഫീലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊരു ബീറ്റ് മാർക്കിനനുസരിച്ച് ഓഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് ഒരു ഫുൾ വീഡിയോ ചെയ്യുമ്പം ഒരു കിഡ്ലൻ ഫീലും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു എഫക്റ്റ് നിങ്ങളുടെ വീഡിയോസിലൊക്കെ യൂസ് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്.